ശ്രീമതി KP റോസമ്മ, തിരുവനന്തപുരം മണപ്പൂർ സ്വദേശി, കുടുംബശ്രീ CDS, സാക്ഷരതാ പ്രവർത്തക, ആശാ വർക്കർ, നിരവധി സാമൂഹ്യ സാംസ്കാരിക ചാരിറ്റബിൾ സംഘടനകളിൽ പ്രവർത്തിക്കുന്നു. ആശമാരുടെ വേതനവർദ്ധന സമരത്തിൽ മുൻനിരയിൽ നേതൃത്വം വഹിച്ചു. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചു വരുന്നു. കോവിഡ് മഹാമാരി കാലത്ത് രോഗപരിചരണത്തിനും മറ്റ് ചികിത്സകൾക്ക് മുൻകൈയെടുത്ത് അവശത അനുഭവിക്കുന്ന രോഗികളെ ആശുപത്രിയിൽ പാർപ്പിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും പ്രയത്നിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീജ പൂനൂർ, കോഴിക്കോട് പൂനൂർ സ്വദേശി, 25 വർഷമായി നൃത്തം, നാടകം, സീരിയൽ, ചാനൽ പ്രോഗ്രാം, കോമഡി ഷോ, സിനിമാ മേഖല തുടങ്ങിയവയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. കോഴിക്കോട് മാനിപുരത്ത് കണ്ണകി കലാക്ഷേത്ര എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സൗജന്യമായി നൃത്തം പഠിപ്പിക്കുകയും കലോത്സവ വേദികളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നു. സ്കൂൾ കലോത്സവ വേദികളിൽ വിദ്യാർത്ഥികളെ സംസ്ഥാന തലം വരെ പങ്കെടുപ്പിച്ച് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. നിരവധി സ്കൂൾ, സബ് ജില്ലാ, കേരളോത്സവം വിധികർത്താവായും പ്രവർത്തിച്ചു വരുന്നു. പൂക്കാട് കലാലയത്തിൻ്റെ നിരവധി നൃത്ത സംഗീത നാടകങ്ങളിൽ 9 വർഷത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്. മണവാളനും കെട്ടിയോളും, കറമൂസ, കഥയുള്ള കഥ, ബെഡായി വൈദ്യർ എന്നീ നിരവധി വെബ് സീരിയലുകളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത നന്ദനം സീരിയൽ, കോമഡി ഉത്സവം, മഴവിൽ മനോരമയിൽ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി, അമൃത ചാനലിൽ ഫൺസ് അപ്പോൺ എ ടൈം പ്രോഗ്രാം എന്നിവയിലും അഭിനയിച്ചിട്ടുണ്ട്. ആകാശത്തിന് താഴെ, പെരുങ്കാളിയാട്ടം, പുഷ്പാങ്കദൻ്റെ ഒന്നാം സ്വയംവരം, എൻ വഴി തനിവഴി, നസീറും ഷീലയും, ഈ വർഷം റിലീസായ പള്ളിച്ചട്ടമ്പി എന്നീ സിനിമകളിൽ നല്ല വേഷം ചെയ്തിട്ടുണ്ട്. മിമിക്രി ആർട്ടിസ്റ്റുകളുടെ സംഘടനയിൽ മെമ്പറായി പ്രവർത്തിച്ചു വരുന്നു. കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മയുടെ താമരശ്ശേരി യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായും നന്മ കുന്നമംഗലം മേഖല സർഗ വനിതാ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ കോഴിക്കോട് ജില്ലാ ഓൾ കേരള നൃത്ത അധ്യാപക സംഘടനയുടെ അംഗമായും പ്രവർത്തിച്ചു വരുന്നു. കലാമേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശിവൻ തെള്ളിയൂർ സ്വദേശി, പടയണി കലാകാരൻ, പടയണിയിലെ പ്രധാന വിഭാഗമായ കോലമെഴുത്ത് കഴിഞ്ഞ 45 വർഷമായി കൈകാര്യം ചെയ്യുന്നു. തൻ്റെ ഗുരുവായ അച്ഛനിൽ നിന്നും പടയണിയിലെ എല്ലാ കോലങ്ങളും എഴുതുവാൻ പഠിച്ചു. മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ ആചരിച്ചു വരുന്ന കോലമെഴുത്ത് എന്ന പ്രാചീന കല 100-ലേറെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ സാധിച്ചു. അത്രത്തോളം പേർക്ക് തൊഴിലും വരുമാന മാർഗവും ലഭിക്കുവാൻ ഇടമാക്കി. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും കോലമെഴുത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ കേരളത്തിനും പുറത്തും പടയണിക്കോലം എഴുത്ത് അവതരിപ്പിച്ചു വരുന്നു. അന്യം നിന്നു പോകാൻ അനുവദിക്കാത്ത ഈ പ്രാചീന കലയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകൊണ്ടും പടയണി എന്ന ഈ കലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പ്രവർത്തിച്ചു വരുന്നു. പ്രാചീന കലയെ പരിപോഷിപ്പിക്കുന്നതിൽ കാണിച്ച മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുനീഷ് പാലത്ത്, കോഴിക്കോട് പാലത്ത് സ്വദേശി, 30 വർഷത്തോളമായി നൃത്തരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. ക്ലാസിക്കൽ നൃത്തരൂപങ്ങളായ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, നാടൻ കലകൾ എന്നിവ അഭ്യസിപ്പിക്കുന്നു. ഹൈദരാബാദിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ കുച്ചിപ്പുടി കൺവെൻഷനിൽ പങ്കെടുത്ത് മഹാബൃന്ദ നാട്യം അവതരിപ്പിച്ച് കുച്ചിപ്പുടിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കക്കോടി മേഖല എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ സ്വദേശമായ പാലത്ത് കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരത്തോടു കൂടി നാട്യശ്രീ നൃത്ത വിദ്യാലയം എന്ന സ്ഥാപനം നടത്തി വരുന്നു. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ C. അബ്ദുൾ സലാം, കണ്ണൂരിലെ സംഗമം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. തൻ്റെ സ്വയപ്രയത്നത്തിലൂടെ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവാക്കുന്നു. പാവപ്പെട്ടവരെയും അവശത അനുഭവിക്കുന്നവരെയും അവഗണിക്കപ്പെട്ടുപോയവരെയും പിന്നോക്കാവസ്ഥകളിൽ പെട്ടുപോയവരെയും മറ്റ് സഹജീവികളുടെ കൂടെ ജീവിക്കുന്നതിനുള്ള സാർവത്രികമായ ചുറ്റുപാട് എന്ത് വില കൊടുത്തും സൃഷ്ടിച്ച് നൽകുന്നു. നിർധനരായ കുട്ടികളെ ദത്തെടുത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകുക, വീടില്ലാത്തവർക്കും ഭൂമിയില്ലാത്തവർക്കും വീടും ഭൂമിയും നൽകുക, വൃദ്ധ ദമ്പതികൾക്കും രോഗികൾക്കും ദിവസവും ഭക്ഷണം എത്തിക്കുക തുടങ്ങിയ അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ്. ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ശാന്ത ശ്രീകുമാർ,
നെയ്യാറ്റിൻകര ഇളവിൻമൂട് സ്വദേശി, കവയത്രി, കഥാകൃത്ത്, ലേഖിക, നാടകകൃത്ത്. ധാരാളം നവമാധ്യമങ്ങളിൽ കവിതകൾ, കഥ, ലേഖനം, നാടകം എന്നിവ എഴുതിയിട്ടുണ്ട്. നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സാഹിത്യരംഗത്തെ മികവിന് സുഗതകുമാരി പുരസ്കാരം, അയില ഉണ്ണികൃഷ്ണൻ പുരസ്കാരം, കലാനിധി സാഹിത്യശ്രേഷ്ഠ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ശിശുക്ഷേമ വകുപ്പിൻ്റെ ആദരവ് ലഭിച്ചിട്ടുണ്ട്. കൊടങ്ങാവിള വായനശാലയിൽ നിന്നും ആദരവ് ലഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹിളാ അസോസിയേഷൻ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ മലയൻകീഴ് നിള സാംസ്കാരിക വേദിയുടെ എക്സിക്യൂട്ടീവ് അംഗം, നെയ്യാറ്റിൻകര കുരുക്ഷേത്ര സാംസ്കാരിക വേദിയുടെ എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഛായ റാണി എസ്, തിരുവനന്തപുരം പുല്ലുവിള സ്വദേശി, കവയിത്രി. കഴിഞ്ഞ 10 വർഷമായി മലയാളം സാഹിത്യ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നു. ഏകദേശം 50ഓളം കവിതകൾ രചിച്ചിട്ടുണ്ട്. നാട്ടുമാവ് പൂത്തകാലം എന്ന കവിതാ സമാഹാര പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ധാരാളം കവിതകളും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. സാഹിത്യ കലാപ്രവർത്തനങ്ങൾക്ക് പുറമെ ചാരിറ്റി പ്രവർത്തനങ്ങളിലും പങ്കുചേർന്ന് പ്രവർത്തിക്കുന്നു. തപസ്യ എന്ന സംഘടനയിൽ വൃദ്ധരായ സ്ത്രീകൾ താമസിക്കുന്നുണ്ട്. അവിടെ രോഗിയായവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ പകൽ വീടുകളിൽ പോവുകയും അവരോട് സംസാരിച്ച് അവരുടെ വിഷമങ്ങൾ കേൾക്കുകയും അവരുടെ വിഷമങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വാർദ്ധക്യകാലത്ത് ആരും നോക്കാനില്ലാത്തവർക്ക് മരുന്നും വസ്ത്രവും ഭക്ഷണവും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഡോക്ടർ അംബേദ്കർ പുരസ്കാരം, ദിനകാവ്യ സഭയുടെ പ്രോത്സാഹന ഫലകം, മഹിളാ കലാവേദിയിൽ കവിതയ്ക്ക് ഫലകം എന്നിവ കിട്ടിയിട്ടുണ്ട്. നിലവിൽ ഉണർവ് എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചു വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി പ്രവീണ, പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ 16 വർഷമായി പ്രണവം നൃത്ത കലാക്ഷേത്രം എന്ന സ്ഥാപനം നടത്തി വരുന്നു. നൃത്തത്തോടുള്ള അഗാധമായ താല്പര്യവും സമർപ്പണവും മുൻനിർത്തി അട്ടപ്പാടിയിലെ കുട്ടികളിലും യുവതലമുറയിലും നൃത്തകലയോടുള്ള താല്പര്യം വളർത്തുന്നതിനും കലാപരമായ കഴിവുകൾ പരിപോഷിക്കുന്നതിനുമായി പ്രവർത്തിച്ചു വരുന്നു. അട്ടപ്പാടിയിലെ വിവിധ പ്രദേശങ്ങളിലായി 6 കേന്ദ്രങ്ങളിൽ 80ഓളം കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്നുണ്ട്. നൃത്ത അധ്യാപക സംഘടനയായ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ എന്ന സംഘടനയിൽ 11 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. സംഘടനയുടെ നേതൃത്വത്തിലുള്ള പരിപാടികളിൽ നൃത്തം അവതരിപ്പിക്കാറുണ്ട്. കൊച്ചിയിൽ വെച്ച് നടന്ന വേൾഡ് ഗിന്നസ് റെക്കോർഡ് പ്രോഗ്രാമായ മൃദംഗനാഥം പ്രോഗ്രാമിൽ 25 കുട്ടികളെ പങ്കെടുപ്പിക്കാനും നൃത്തം അവതരിപ്പിക്കാനും സർട്ടിഫിക്കറ്റ് നേടാനും സാധിച്ചു. ശിഷ്യരിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ കണ്ടെത്തി അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും പിന്തുണയും നൽകുന്നുണ്ട്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സജിനി എൻ കെ, മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി, 15 വർഷത്തോളമായി നൃത്ത അധ്യാപികയായി പ്രവർത്തിക്കുന്നു. സാക്ഷരതാ മിഷൻ നടത്തുന്ന തുല്യതാ സാമൂഹ്യ സേവന പരിപാടിയിൽ 3 വർഷത്തോളമായി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ദൃശ്യ നൃത്ത കലാക്ഷേത്ര എന്ന പേരിൽ 3ഓളം നൃത്ത സ്ഥാപനങ്ങൾ നടത്തി വരുന്നു. കൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പ്രതിഫലം വാങ്ങാതെ തന്നെ കലോത്സവങ്ങളിലും വിവിധ പ്രോഗ്രാമുകളിലും പങ്കെടുപ്പിക്കാറുണ്ട്. മൃദംഗ വിഷൻ നടത്തിയ ഭരതനാട്യം ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടത്തിയ പ്രോഗ്രാമിൽ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നൃത്തം അവതരിപ്പിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള സേവന പരിപാടികളിൽ പങ്കുചേരുകയും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷമായി ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷനിൽ അംഗമായി പ്രവർത്തിച്ചു വരുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സുഷമ പി, കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി, 20 വർഷത്തോളമായി നൃത്തരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന കൺവെൻഷനിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ പേരാമ്പ്ര, നടുവണ്ണൂർ ബ്രാഞ്ചുകളിലായി പ്രവർത്തിച്ചു വരുന്ന തപസ്യ കലാക്ഷേത്ര നൃത്തവിദ്യാലയം സ്ഥാപകയും അധ്യാപികയുമാണ്. നിരവധി കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നതിന് പുറമെ പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ ക്ലാസുകൾ നടത്തിവരുന്നു. ഇന്ത്യക്കകത്തും പുറത്തുമായി സ്ഥിരം സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുകയും ആദരവുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. അനാഥ മന്ദിരങ്ങളിൽ കഴിയുന്നവർക്കായി സമഗ്ര സംഭാവനകൾ നൽകി പ്രവർത്തിക്കുന്നു. പേരാമ്പ്ര കൂരാച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന വൃദ്ധമന്ദിരത്തിലെ അമ്മമാർക്ക് ഭക്ഷണവും മരുന്നുകൾക്കുള്ള തുകയും നൽകി അവരുടെ കൂടെ ദിവസങ്ങൾ ചെലവഴിക്കുകയും ചെയ്യാറുണ്ട്. അവശതയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന കലാകാരന്മാർക്കുള്ള സഹായങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ നടത്തിവരുന്നു. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംഘടനയിലെ ഉള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കർക്കിടക 1-ാം തീയതി 100ഓളം കലാകാരന്മാർക്ക് മഴക്കാല സ്നേഹ കിറ്റ് കൊടുക്കാൻ സാധിച്ചു. കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയിൽ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായും നടുവണ്ണൂർ മേഖലാ പ്രസിഡന്റ്, ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി, ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു.
നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അവനീന്ദ്രനാഥൻ, തിരുവനന്തപുരം പയറ്റുവിള സ്വദേശി, കർഷകൻ, കാരുണ്യപ്രവർത്തകൻ. 16 വർഷക്കാലമായി ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്നു. ആരോഗ്യപരമായി അവശത അനുഭവിക്കുന്ന എവിടെയും വിളിപ്പുറത്ത് എത്തിച്ചേർന്ന് മരുന്നായാലും പരിചരണമായാലും ഭക്ഷണമായാലും എത്തിച്ചു കൊടുക്കുന്നു. തൻ്റെ കാർഷിക വൃത്തിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു നല്ല ഭാഗം ആ നാട്ടിലെ തെരുവിലും അനാഥരായി നടക്കുന്നവർക്കും ഭക്ഷണം, വസ്ത്രം എന്നിവ നൽകി വരുന്നു. ഏക്കറോളം വരുന്ന കൃഷിഭൂമി പാട്ടത്തിനടുത്ത് വാഴ, മരച്ചീനി, പച്ചക്കറികൾ എന്നിവ സ്വന്തം അധ്വാനം കൊണ്ടും നിരവധി പേർക്ക് തൊഴിൽ നൽകുകയും കൃഷി ചെയ്തു വരുന്നു. പശു വളർത്തലിലും തൽപരനാണ്. ജീവിതത്തിൽ 50ഓളം പ്രാവശ്യം അത്യാഹിതങ്ങളിൽപ്പെട്ട രോഗികൾക്ക് രക്തദാനം ചെയ്തിട്ടുണ്ട്. നിരവധി സംഘടനയുടെ പുരസ്കാരങ്ങളും ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അനു ചന്ദ്രൻ, മലപ്പുറം സ്വദേശി, ചലച്ചിത്ര പ്രവർത്തകയും സിനിമാ നിരൂപകയുമാണ്. വിവിധ സിനിമകളിൽ സഹസംവിധായികയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ത്രൂ ഹെർ ഐസ്, 1000 മൈൽസ് എപ്പാർട്ട്, വൺ എൻക്ലോസ് എന്നീ ഷോർട്ട് ഫിലിമുകൾക്ക് രചനയും സംവിധാനവും നിർവഹിച്ചു. ചെറുകഥ, നോവൽ, ബാലസാഹിത്യം എന്നീ മേഖലകളിൽ സജീവമാണ്. എൻ്റെ ഉപ്പാൻ്റെ പേര് 8 എന്നുള്ള നോവലാണ്. ജൂനിയർ ചാപ്ലിൻ, ബാലസാഹിത്യം, വറീദ് നോവൽ എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. റോട്ടറി ക്ലബ് വൊക്കേഷണൽ എക്സലൻസ് അവാർഡ്, KN രാജലക്ഷ്മി മെമ്മോറിയൽ അവാർഡ്, അയ്യപ്പ പണിക്കർ പുരസ്കാരം, ഗോവ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി മായ രാജ്, പത്തനംതിട്ട തടിയൂർ സ്വദേശി, റിട്ടയർഡ് അധ്യാപിക. നിരവധി വേദികളിൽ നൃത്തവും സംഗീതവും അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചു. 1989 മുതൽ 2020 വരെയുള്ള ഔദ്യോഗിക കാലാവധിയിൽ കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് ആയതിനാൽ കേരളത്തിൻ്റെ തെക്കൻ ജില്ല മുതൽ വടക്കൻ ജില്ല വരെയുള്ള പല സ്കൂളുകളിലും ജോലി ചെയ്തു. ഇതിനോടകം 7 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദേവദാരു, യൂത്തനേഷ്യ എന്നീ കവിതാ സമാഹാരങ്ങളും, സ്വപ്നസഞ്ചാരികൾ, എന്നിലെ എന്നെ തേടി എന്ന കഥാസമാഹാരങ്ങളും, നിശാശലഭം എന്ന നോവലും, പൂർവ്വ പശ്ചിമായനം, മധുരിക്കും ഓർമ്മകൾ എന്നീ യാത്രാ വിവരണങ്ങളുമാണ് പ്രസിദ്ധീകരണമായത്. ചെങ്ങന്നൂർ KP രാമൻ നായർ ഭാഷാ പഠന കേന്ദ്രത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഭാഷാ പഠന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സ്കൂൾ, കോളേജ് തലങ്ങളിൽ വിദ്യാർത്ഥികൾക്കുള്ള ഭാഷാ നൈപുണ്യ പ്രവർത്തനങ്ങളും മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതിൽ മേൽനോട്ടം വഹിക്കുന്നു. കുട്ടികളെ വായനയിലൂടെ അടുപ്പിക്കുന്നതിനും നല്ല ഭാഷാപ്രയോഗം കുട്ടികളെ സ്വായത്തമാക്കുന്നതിനും NSS ക്യാമ്പുകളിൽ സമയം കണ്ടെത്തുന്നു. രാമായണ മാസാഘോഷത്തോടനുബന്ധിച്ച കവിതാരചന മത്സരത്തിൽ സർഗാത്മക രചനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. ആകാശവാണിയിലും കവിതകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അധ്യാപിക, പൊതുപ്രവർത്തക, മാതൃഭാഷാ പ്രചാരക, എഴുത്തുകാരി എന്ന നിലകളിലുള്ള പ്രവർത്തനങ്ങളെ മുൻനിർത്തി ബോധിനി സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആദരവ്, നല്ല മലയാളം പ്രചാരകയ്ക്കുള്ള അംഗീകാരം, ശ്രീ മാതാ സച്ചിന്മയി ദേവി കീർത്തി പുരസ്കാരം, M സുകുമാരൻ സ്മാരക ചെറുകഥാ പുരസ്കാരം എന്നീ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഷൈഡ ജോസഫ്, കണ്ണൂർ സ്വദേശി, കഴിഞ്ഞ 20 വർഷക്കാലമായി സാമൂഹ്യ രാഷ്ട്രീയ ജീവിതകാരുണ്യ രംഗത്ത് സജീവം. കോവിഡ് മഹാമാരി കാലത്ത് നാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതൊരവസ്ഥയും മറികടന്നുകൊണ്ട് മരുന്നോ ഭക്ഷണമോ പാർപ്പിട സഹായമോ വേണ്ടവർക്ക് എത്തിച്ചു കൊടുത്തു. തെരുവോരങ്ങളിൽ വിശപ്പ് കൊണ്ട് അവശരായവർക്ക് ആഹാരം എത്തിക്കുക, രക്തം ആവശ്യമുള്ളവർക്ക് അത് അറേഞ്ച് ചെയ്ത് നൽകുക, ആദിവാസികൾ പാർക്കുന്ന പ്രദേശത്ത് അവർക്ക് വേണ്ട ഭക്ഷണം, മരുന്ന് എന്നിവ നൽകുക, കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ, അതുപോലെ രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ബൈസ്റ്റാൻഡർമാരെ അറേഞ്ച് ചെയ്യുക എന്നിവയാണ് പ്രധാനമായി പ്രവർത്തിച്ചു വരുന്ന മേഖലകൾ. ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഷൈദ, എങ്ങനെയാണോ എന്തോ മൊമെൻ്റോടി ഇതാ അല്ലേ. ഇതോടുകൂടി സ്വാഗതം അവസാനിക്കുകയാണ്. ആരെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ അവരെ വിളിക്കുന്നതായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പരിപാടിയിലേക്ക്. അടുത്തതായി ഈ ചടങ്ങിന് ആശംസ നേരുന്ന ചടങ്ങാണ്. ആദ്യമായി ശ്രീമതി ജസിന്ത മോറിസിനെ ക്ഷണിക്കുന്നു. കവയിത്രി, മോഡൽ, അഭിനേത്രി, സാമൂഹ്യ പ്രവർത്തക, അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിത്വമാണ്. മാഡത്തിന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ അല്ലേ? വളരെ മഹത്വമുള്ളൊരു പുരസ്കാരം സ്വീകരിക്കാനായിട്ട് എല്ലാവരും ഇരിക്കുന്നു. ഇതേ പുരസ്കാരം ഒരു 6 വർഷം മുൻപേ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. AG's ഓഫീസിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലായിരുന്നു
അത് 10-21 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ത്രിഭാഷകളിലായിട്ട്. അതിനായിരുന്നു എനിക്ക് ഈ ആദരവ്. അന്ന് ഞാൻ ഈ ആദരവ് സ്വീകരിക്കാൻ വന്നപ്പോൾ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി. ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസ് സംവിധാനം ചെയ്ത് നിർമ്മിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ആൽബംസ്, ഗാനരചന, അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു. വീട് നിറയെ പുരസ്കാരവും ആദരവുകളും നിറച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ പോലും BSSൻ്റെ ഈ പുരസ്കാരം ഒരു പ്രത്യേകത ഉള്ളത് തന്നെയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവിടെ അവാർഡ് ജേതാക്കളാണ് എല്ലാവരും മുന്നിലിരിക്കുന്നത്. ഞങ്ങളെ നിങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ആശംസ അർപ്പിക്കുന്ന ആൾ ഞങ്ങൾ ഏറ്റവും ബാക്കിലാണ്. അതുപോലെ തന്നെ തൽക്കാലം ഒരു ചടങ്ങിന് വേണ്ടി വന്ന് ഇവിടെ ഇരുന്ന ഒരു കർമ്മം നിർവഹിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ആൾക്കാരും ഈ വേദിയിലില്ല. നിങ്ങളെ ഓരോരുത്തരെയും നന്നായിട്ട് മനസ്സിലാക്കി, നിങ്ങളുടെ പ്രൊഫൈൽ വായിച്ച് മനസ്സിലാക്കി പഠിച്ച് നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും അവാർഡ് തരികയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എന്നാലാവുന്ന വിധത്തിൽ ഈ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് വളരെ ഷോർട്ട് ലൈഫാണ്. ഈ പുരസ്കാരം നമ്മളെപ്പോലെ തന്നെ അർഹതയുള്ള ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട്. ഒരുപാട് വലിയ ആൾക്കാരും ആകാം, ചിലപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാകാം. അവരെയൊക്കെ എൻകറേജ് ചെയ്യാനായിട്ട് നമ്മളും ഒരു കൈത്തിരി അവർക്കും കൂടെ പകർന്നു കൊടുത്ത് അവരും കൂടി ഈ വേദിയിൽ വന്നിരിക്കുന്ന രീതിയിൽ നമ്മളെല്ലാവരും അവസരം ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ അവാർഡ് ജേതാക്കൾക്കും ഒരിക്കൽ കൂടി ആശംസ നേർന്നുകൊണ്ട്. അടുത്തായി ശ്രീ ആസാദ് ആശീർവാദ്, കവി, സാഹിത്യകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, ചവറ ഫ്രണ്ട്സ് തരംഗത്തിൻ്റെ പ്രസിഡന്റ്. നമ്മുടെയൊക്കെ പ്രിയങ്കരനും ബഹുമാന്യനുമായ BSSൻ്റെ ചെയർമാൻ ബാലേന്ദ്രൻ സാർ, അതുപോലെ അദ്ദേഹം BSSൻ്റെ മാത്രം ചെയർമാനല്ല, PN പണിക്കർ ഫൗണ്ടേഷൻ, അതുപോലെ കാൻഫഡിൻ്റെ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന അവാർഡ് ജേതാക്കളുടെയൊക്കെ ബയോഡേറ്റകൾ കൃത്യമായി കളക്ട് ചെയ്യുകയും അവരുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ മെയിൽ ID, ഫോൺ നമ്പർ ഇവയെല്ലാം കളക്ട് ചെയ്യുകയും കൃത്യമായി അവാർഡ് ജേതാക്കളെ വിവരം ധരിപ്പിക്കുകയും കൃത്യമായ ലൊക്കേഷൻ അവരുടെ മൊബൈലിലൂടെ ഇട്ട് കൊടുക്കുകയും അതുപോലെ യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഇവിടെ എത്തിച്ചേരാൻ അനുഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതിനൊക്കെ സജീവമായി, അതായത് ചിലപ്പോൾ ഒരു പക്ഷേ എന്നെ വിളിച്ചിട്ടുള്ളത് പോലും വളരെ വൈകിയ വേളയിലായിരിക്കാം, രാത്രി അതായത് ചിലപ്പോൾ 9 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഓരോ കാര്യങ്ങൾ വിളിച്ച് കൺഫേം ആക്കുന്നത് തന്നെ. അപ്പം അങ്ങനെ സജീവമായി BSSന് വേണ്ടി പ്രവർത്തിച്ച ജോയിൻറ്റ് ഡയറക്ടറായ ശ്രീമതി സിന്ധു മധുവിനെയും അതുപോലെ ഡയറക്ടർ ജനറൽമാരായ ശ്രീമതി ജയ ശ്രീകുമാറിനെയും അതുപോലെ തന്നെ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ അവരുടെയും അതുപോലെ ഇന്ന് ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ അവാർഡ് ജേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും അതോടൊപ്പം സുഹൃത്തുക്കളും മറ്റ് മുൻകാലങ്ങളിൽ അവാർഡ് ജേതാക്കളായവരും അവർക്കെല്ലാം അതുപോലെ തന്നെ നന്ദി നമസ്കാരം പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പേ ഞാനും ഇതുപോലെ നിങ്ങളെപ്പോലെ ഈ വേദിയിലിരുന്ന് അവാർഡ് സ്വീകരിച്ചിട്ടുള്ളതാണ്. ഈ അവാർഡ് സ്വീകരണം നമുക്കിവിടെ ലഭ്യമായതുകൊണ്ട് മാത്രം നമ്മൾ ഒതുങ്ങിക്കൂടരുത്. സത്യത്തിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, കേരള ഇലക്ട്രിസിറ്റി ബോർഡിലെ സേവനത്തിന് ശേഷം നിരന്തരമായി ഞാൻ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ കൂടുതൽ സജീവ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങളും ഓരോരുത്തരും നിങ്ങളുടെ കർമ്മങ്ങളിൽ ഉത്സുകരായിരിക്കുക. അതുപോലെ തന്നെ ഇനി മുതൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഈ രാഷ്ട്ര സേവനത്തിനുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തണമെന്ന്
അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള BSSൻ്റെ ജീവനക്കാർ, അതുപോലെ തന്നെ ഇവിടെ നിരന്തരം നിങ്ങളുടെ എല്ലാം ഫോട്ടോകളും അതുപോലെ മുൻകാലങ്ങളിൽ എല്ലാവരുടെയും ഫോട്ടോകളെല്ലാം കൃത്യമായിട്ട് എത്തിക്കുന്നതിന് സിന്ധു മാഡത്തിനോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ്, അതുപോലെ വീഡിയോഗ്രാഫേഴ്സ്, ഇവിടുത്തെ ജീവനക്കാർ എല്ലാവരും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. MS ശശി, കാർഷിക വിജ്ഞാന വ്യാപന ഉദ്യോഗസ്ഥൻ, കാർഷിക മാധ്യമ പ്രവർത്തകൻ, കാർഷിക ഉപദേഷ്ടാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനായ ദേശീയ ചെയർമാൻ ബാലേന്ദ്ര സാറ്, ട്രിവാൻഡ്രം BSSൻ്റെ ടീമിലെ എല്ലാ അംഗങ്ങൾ, പ്രിയപ്പെട്ട അവാർഡ് ജേതാക്കൾ, അവരുടെ ബന്ധുമിത്രാർത്ഥികൾ, സുഹൃത്തുക്കളെ, കൂടുതലും സംസാരിക്കേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെയില്ല, കാരണം എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. വിവിധ മേഖലകളിൽ സമൂഹത്തിന് മാതൃകയായിട്ടുള്ള കലാസാഹിത്യം, അതുപോലെ തന്നെ സ്പോർട്സ്, സംഗീതം, നൃത്തം, അങ്ങനെ വിവിധ മേഖല സമൂഹത്തിന് ഗുണകരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ആൾക്കാരെയാണ് ഇവിടെ ആദരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം എനിക്കും ഇങ്ങനെ ഒരു അവസരം ഇവിടെ കിട്ടി. അതുകൊണ്ടാണ് എനിക്കിവിടെ എത്തുന്നതിനുള്ള അവസരം ഇന്ന് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ഊർജ്ജസ്വലമാകുന്നതിന് ഈ ദേശീയ അവാർഡ് പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ബിനു കൽപ്പകശ്ശേരി, കവി, ഗാനരചയിതാവ്. BSSൻ്റെ ദേശീയ ചെയർമാൻ ആദരണീയനായ BS ബാലേന്ദ്രൻ സാർ, ശ്രീമതി ജയ ശ്രീകുമാർ, ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ശ്രീമതി സിന്ധു മധു, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 2022 ഈ ആദരവ് ലഭിച്ച വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഇവിടെ നിൽക്കുന്ന, ഈ വേദിയിൽ നിൽക്കുന്നതിലേറെ അഭിമാനമുണ്ട്. കാരണം കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിലും നിന്നും അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരും ആയിട്ടുള്ളവരെ കണ്ടെത്തി BSS ഇത്തരത്തിലുള്ള ഒരു ബഹുമതി നൽകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അറിയപ്പെടാതെ പോകുന്ന പല കഴിവുകളുണ്ടായിട്ടും, പല മേഖലകളിൽ നിന്നിട്ട് പല കഴിവുകളുണ്ടായിട്ടും അറിയപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു മഹനീയ സംരംഭം കാഴ്ചവെക്കുന്നതാണ് BSS. എനിക്കും പല പുരസ്കാരങ്ങൾ, നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പുരസ്കാരം ഈ BSSൻ്റെ പുരസ്കാരമാണ്. ഇന്നിവിടെ ഈ പുരസ്കാരത്തിന് അർഹതയായ എല്ലാ മാന്യ വ്യക്തികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി ശ്രീ ഗോപകുമാർ B, അദ്ദേഹം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും നാടക സീരിയൽ നടനുമാണ്. ബഹുമാനപ്പെട്ട BSS ചെയർമാൻ ഡോക്ടർ ബാലേന്ദ്ര സാർ, മഞ്ജു ശ്രീകണ്ഠൻ, സിന്ധു മധു, മറ്റു ഉദ്യോഗസ്ഥരെ, സർവോപരി എൻ്റെ മുന്നിലിരിക്കുന്ന അവാർഡ് ജേതാക്കളെ, കൂടെ വന്നവരെ, ബന്ധുമിത്രാദികളെ, എല്ലാവരെയും ഞാൻ മനസ്സുകൊണ്ട് കാണുന്നു. ഈ പ്രസ്ഥാനം, അതായത് സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ആൾക്കാരെ, ദുർബലരായവരെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന്, ജോലിയിലായിരുന്നാലും ശരി തന്നെ, വിദ്യാഭ്യാസമായിരുന്നാലും ശരി തന്നെ, അതിൻ്റേതായ രീതിയിൽ കണ്ടെത്തുക, അതിൻ്റേതായ കൈപിടിച്ചുയർത്തുക എന്നത് ആ പരമപ്രധാനമായ ആ ലക്ഷ്യം. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ശ്രീ ബാലേന്ദ്ര സാർ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ഇതിൻ്റെ കുട്ടിക്കാലം, അതുപോലെ തന്നെ ചെറുപ്പം, ഇനിയുള്ള കാലങ്ങൾ, അതിനെപ്പറ്റിയെല്ലാം ശ്രീ ബാലേന്ദ്ര സാർ വിവരിക്കുന്നതാണ്. നിങ്ങളെ പ്രസംഗിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇവിടെ കൂടിയ എല്ലാവരെയും ഇനിയും ഇതുപോലുള്ള അസുലഭ മുഹൂർത്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഭാരത് സേവക് ഉപഹാര സമർപ്പണ ചടങ്ങാണ്. നിങ്ങളോട് സംസാരിക്കുന്നതിനും അതുപോലെ ഉപഹാരം കൈമാറുന്നതിനുമായി BSSൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഭാരത് സേവക് സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ്
ഇങ്ങനെ രാജ്യത്തെ പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന ചടങ്ങ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീമതി ജയശ്രീമാർ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരെ കണ്ടെത്തുക എന്ന് പറയുന്നത്, കാരണം നമ്മുടെ രാജ്യം ഇപ്പോൾ ലോകത്തിൻ്റെ വളർച്ചയിൽ രണ്ടാമതോ മൂന്നാമതോ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ എന്നാണ് നാം പൊതുവായി വിലയിരുത്തുന്നത്. ഭാരതം മുന്നോട്ട് പോവുകയാണ്. ലോകത്തെ ജനസംഖ്യയിൽ 1-ാം സ്ഥാനം. അത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് 1-ാം സ്ഥാനത്തെത്തണം എന്നുള്ള മോഹവുമായിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പല നാട്ടുരാജ്യങ്ങളായിരുന്ന, വ്യത്യസ്ത രാജ്യങ്ങളായിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ആ വ്യത്യസ്ത രാജ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടൊരു ഇന്ത്യ മഹാരാജ്യം ഉണ്ടാക്കുകയും ഭൗതികമായി നമുക്കൊരു സമ്പത്തും ഉണ്ടായിരുന്നില്ല. ദാരിദ്ര്യവും പട്ടിണിയും ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഒന്നും നമുക്ക് നമ്മുടേതായി ഉണ്ടായിരുന്നില്ല. അവിടെ ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പദ്ധതി പരിപാടികൾ ആവിഷ്കരിക്കുകയും രാജ്യത്തെ കെട്ടിപ്പടുക്കുകയും ചെയ്ത ഒരു വലിയ ശ്രമം നമ്മുടെ ഭരണകൂടങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇന്ന് രാജ്യത്ത് കാണുന്ന മാറ്റം കേവലം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മാത്രമല്ല, ഭരണകൂടത്തിൻ്റെ മാത്രം അല്ല, രാജ്യത്തെ ജനങ്ങളെ കൂടിയാണ്, ഭാരതീയരായ ജനങ്ങളുടെ കൂടിയാണ്. അത് കലാകാരന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ, കർഷകർ, മറ്റ് അധ്യാപകർ, ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകളുടെ അധ്വാനം കൂടി ചേർന്നാണ് ഭാരതത്തെ ഭാരതമാക്കി മാറ്റിയത്. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് അമൃത മഹോത്സവം നാം ആഘോഷിച്ചു. അടുത്ത വർഷം ഭാരത് സേവക് സമാജിൻ്റെ BSSൻ്റെ അമൃത വർഷമാണ്, 75ാമത് വർഷമാണ്. അപ്പോൾ ആ സമയത്താണ് ഭാരത് സേവക് സമാജ് ചിന്തിച്ചത്, രാജ്യത്തെ കെട്ടിപ്പടുത്തതിൽ ചുരുക്കം ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാത്രമല്ല, രാജ്യത്തെ ജനങ്ങൾക്കും പങ്കാളിത്തമുണ്ടല്ലോ. അധ്യാപകർക്കുണ്ട്, കലാകാരന്മാർക്കുണ്ട്, സാമൂഹ്യ പ്രവർത്തകർക്കുണ്ട്, ധാരാളം സമൂഹത്തിൽ ഇടപെടുന്ന ആളുകൾക്കുണ്ട്. അവരെ കണ്ടെത്തി ആദരിക്കണമെന്ന് തീരുമാനിച്ചത്. അവർക്ക് ദേശീയ തലത്തിൽ തന്നെ ബഹുമതി നൽകുവാൻ തീരുമാനിച്ചു, ഭാരത് സേവക് ബഹുമതി. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് ഭാരത് സേവക് സമാജ് കഴിഞ്ഞ കുറച്ചു കാലമായി പ്രതിഭകളെ കണ്ടെത്തി ഭാരത് സേവക് ബഹുമതി നൽകി ആദരിക്കുന്നത്. നമ്മുടെ 12-ാം തീയതി ആണ്, ഓഗസ്റ്റ് 12 ഭാരത് സേവക് സമാജത്തിൻ്റെ ഫൗണ്ടേഷൻ ഡേ. അപ്പോൾ എല്ലാ 12-ാം തീയതിയും അതുമായി ബന്ധപ്പെട്ട തീയതികളിലാണ് രാജ്യത്തൊട്ടാകെ ഇത് നടത്തപ്പെടുന്നത്. അതൊരു വലിയ അഭിമാനകരമായ മുഹൂർത്തമായിട്ടാണ് BSS കാണുന്നത്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, വന്നിരിക്കുന്ന ആളുകൾ വ്യത്യസ്ത തുറകളിൽപ്പെട്ട ആളുകൾ ആരെല്ലാം. പ്രൊഫസർ മുഹമ്മദ് അസ്ലാം, ഡോക്ടർ കവിതാ ബാലകൃഷ്ണൻ തുടങ്ങി വിദ്യാഭ്യാസ വിദഗ്ധർ ഉൾപ്പെടെ നിരവധി കലാകാരന്മാരും കലാകാരികളും സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും ഒക്കെ ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങാണിത്. നമുക്ക് വേറെ ഒരു സ്ഥലത്തും ഇതുപോലൊരു ചടങ്ങ് കാണാൻ കഴിയില്ല. നിങ്ങൾ ധാരാളം ഉപഹാരങ്ങൾ വാങ്ങിയിട്ടുള്ള ആളുകളായിരിക്കാം, ഒരുപാട് സമ്മേളനങ്ങൾ പങ്കെടുത്തിട്ടുള്ളവരായിരിക്കാം. പക്ഷേ ഇതുപോലൊരു ഫ്രെയിം വർക്ക് നിങ്ങൾ രാജ്യത്ത് മറ്റെവിടെയും കാണാൻ ഇടയില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്, നിർമ്മിത ബുദ്ധിയുടെ കാലമാണ്. എല്ലാ കാലവും
എല്ലാ കാര്യവും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന കാലമാണ്. നിർമ്മിത ബുദ്ധിയുടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, എഐയുടെ കാലമെത്തിയപ്പോൾ നാം ലോകത്തിൻ്റെ വളർച്ചയിൽ ഒരു വലിയ ചുവടുവയ്പ് നടത്തി എന്നുള്ളതാണ് നാം അഭിമാനിക്കുന്ന ഒരു പ്രധാന വിഷയം. പക്ഷേ ഇതിലേക്ക് വേണ്ടുന്ന ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് അമേരിക്കയിലാണല്ലോ പ്രധാനപ്പെട്ട ഡാറ്റാ സെൻറ്റർ. പ്രധാനമായി ഇന്ത്യയിൽ ഡാറ്റാ സെൻറ്റർ ഇല്ലല്ലോ. ഈ ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് എത്രയോ ഹെക്ടർ ഭൂമി, എത്രയോ ഏക്കർ ഭൂമിയിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും എടുക്കുന്ന ചെറിയ വിവരങ്ങൾക്ക് പോലും ആ ഡാറ്റാ സെൻറ്റർ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ വെള്ളമാണ്. ഈ അടുത്ത കാലത്ത് ഒരു ശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായം, ഞാൻ പേര് വിട്ടുപോയി, പുള്ളി പറഞ്ഞ മനുഷ്യൻ വെള്ളം ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, ഡാറ്റാ സെൻറ്റർ നിലനിർത്താൻ വെള്ളം ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്ന് പറയും. അത് ടീച്ചർ വായിച്ചായിരുന്നു, ഒരു ഡാറ്റാ സെൻറ്റർ സാർ വായിച്ചായിരുന്നത്. കാരണം ഡാറ്റാ സെൻറ്ററിൻ്റെ പ്രവർത്തനം തടസ്സം കൂടാതെ പോകണമെങ്കിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരുമെന്ന് ഒരഭിപ്രായം. ഇതൊരു മുഴക്കമാണ് ഡാറ്റാ സെൻറ്ററിന്. അപ്പോൾ ഭാരതത്തിലൊരു ഡാറ്റാ സെൻറ്റർ സ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ എവിടെയാണ്? തരിശ് ഭൂമി നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മനുഷ്യവാസമില്ലാത്ത ഒരു ഭൂപ്രദേശത്ത് വേണം ഡാറ്റാ സെൻറ്റർ സ്ഥാപിക്കാൻ. പക്ഷെ അത്തരത്തിൽ സാങ്കേതികവിദ്യ ലോകത്ത് വളർന്ന സാഹചര്യത്തിൽ ഡാറ്റാ സെൻറ്റർ വളർന്നു. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിർമ്മിത ബുദ്ധിയെ, മനുഷ്യൻ്റെ റീപ്ലേസ് ചെയ്യുന്ന നിലയിലുള്ള, മനുഷ്യബുദ്ധിയെ റീപ്ലേസ് ചെയ്യുന്ന നിലയിലുള്ള അറിവ് നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടി. അത് നാം പറയുന്നത്, പണ്ട് നാം വെള്ളം കോരുമ്പോൾ 2 കൈ കൊണ്ടും കോരിയെടുക്കുമായിരുന്നു, ഇല്ലേ? കൈ കൊണ്ട് കോരിയെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പാത്രം കണ്ടുപിടിച്ചപ്പോൾ പാത്രം കൊണ്ട് മുക്കിയെടുക്കാൻ തുടങ്ങി, ഇല്ലേ? കൈ റീപ്ലേസ് ചെയ്യപ്പെട്ടു, കൈ ഇങ്ങനെ കോരിയിട്ടതാണ്. പിന്നീട് നമ്മൾ പൈപ്പായി, ഇപ്പോൾ നമുക്കിങ്ങനെ പ്രസ് ചെയ്താൽ മതി വെള്ളം കിട്ടാൻ. പല വിധത്തിൽ വെള്ളം നമുക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ കൈയുടെ ഈ വിധത്തിൽ കോരിയെടുക്കുന്ന ആ ജോലി മാറി. അതേ അവസ്ഥയാണ് നമ്മുടെ ബ്രെയിന്. പലതും ആലോചിക്കേണ്ടെന്ന, ചിന്തിക്കേണ്ടെന്ന കാലം. ചെറിയ ചെറിയ കാര്യം, ഇവിടെ എല്ലാം കവയിത്രികളാണ്. പല കവയിത്രികളും കലാകാരന്മാരും നിരവധി പേരുണ്ട്. ചിത്രകാരന്മാരെ കുറിച്ച് കിട്ടും. ചിത്രകാരന്മാർ വരയ്ക്കുന്നതിനേക്കാളും മനോഹരമായ ചിത്രങ്ങൾ ഇപ്പോൾ AI-യിൽ ലഭ്യമാണ്. ഒരുപാട് ഏത് വിധത്തിലുള്ള ചിത്രം വേണമെന്ന് പറഞ്ഞാൽ ആ വിധത്തിലുള്ള ചിത്രം നമുക്ക് അപ്പോൾ കിട്ടും. ഏത് വിധത്തിലുള്ള ഇല്ലസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞാൽ ആ ഇല്ലസ്ട്രേഷൻ ഒരു കഥയ്ക്ക് തയ്യാറാക്കി കിട്ടണമെന്ന് വെച്ചാൽ അത് കിട്ടും. നമ്മൾ പണം കൊടുത്ത് ഇങ്ങനെ ചെയ്യേണ്ടുന്ന കാര്യമില്ല. അതുപോലെ പരസ്യത്തിൻ്റെ മോഡലുകളായി പണ്ട് സിനിമാ നടികൾ ഇങ്ങനെ വേഷം കിട്ടി വരുമായിരുന്നു. ഇപ്പോൾ സിനിമാ നടികളെക്കാളും സുന്ദരികളായ ആളുകൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നമുക്ക് കിട്ടും, ഇല്ലേ? മോഹൻലാലും മമ്മൂട്ടിയും തന്നെ പരസ്യം ചെയ്യാൻ വേണമെന്നില്ല. നല്ല മിടുക്കന്മാരും സുന്ദരന്മാരുമായ ആളുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും, ഇല്ലേ? ഒരാളിൻ്റെ പടം ഇട്ടിട്ട് ഈ പടം മതിയെന്ന് ചോദിക്കുക, അതല്ല, നമുക്ക് വേറെ മതി, കുറച്ചുകൂടി നല്ലതായിട്ട് കിട്ടും, നല്ല മനോഹരമായ. ഇങ്ങനെ കാണുന്ന കഥാപാത്രങ്ങളെ എനിക്ക് ഈ അടുത്ത കാലത്ത് വായിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ കണ്ട ഒരു സ്ത്രീയെ ഒരു ചെറുപ്പക്കാരൻ പ്രണയിച്ചു. അപ്പോൾ അതിനെ കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു. AI-യിൽ കണ്ടതാണ്, AI-യിൽ കണ്ട ഒരു സ്ത്രീയാണ്. കാരണം ഈ ഫേസ്ബുക്കിലും മറ്റ് പലതിലും വരുന്നു, ഞാൻ 25 വയസ്സുള്ള വിധവയാണ്, അല്ലെങ്കിൽ ഞാൻ വിവാഹം ഒഴിഞ്ഞ സ്ത്രീയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് താമസം, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എനിക്കൊരു സൗഹൃദത്തിന് താല്പര്യമുണ്ട്. 25, 30, 40, 50 വയസ്സെന്ന് പറയുന്നത് ഇടും. ഇത് കണ്ട ആളിങ്ങനെ ചെയ്യേണ്ടത് എല്ലാം തന്നെ AI-യാണ്. ഇടക്കാലത്ത് അതിൻ്റെ ഒരു പെരുമഴയായിരുന്നു. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ധാരാളമുണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറ്റിക്കപ്പെടുന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവ് എന്ന് പറയുന്നത് വല്ലാത്ത നിലയിൽ സമൂഹ രംഗത്ത് മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, വെള്ളം ഇങ്ങനെ ഒരു വലിയ വിഷയമായി മാറിയപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മാത്രം കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കേരളത്തിൽ 44 നദികളും 10 കായലുമാണുള്ളത് പ്രധാനമായും. അത് 41 നദികളും അറബിക്കടലാണ് പതിക്കുന്നത്, 3 നദികൾ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഈ 44 നദികളും ഒരു ചെറിയ മഴ പെയ്താൽ നിറഞ്ഞു കവിഞ്ഞ് കരയിലേക്ക് കയറുകയാണ്. പത്തനംതിട്ടയിലെ റാന്നിയിലേക്ക് വെള്ളം കയറുമെന്ന് നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അല്ലേ, മലനാടായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വെള്ളത്തിനടിയിലാകുമെന്ന് പറയുന്ന ഭൂപ്രദേശം പത്തനംതിട്ടയും റാന്നിയും കോന്നിയും ഒക്കെ പെട്ടെന്ന് വെള്ളത്തിനടിയിലാകുമെന്നുള്ള നിലയിരിക്കുന്നു. കാരണം നദികളെല്ലാം തന്നെ സിൽറ്റേഷൻ, മണലുണ്ട്, മണ്ണൊലിപ്പുണ്ട് നിറഞ്ഞിരിക്കുന്നു. പിന്നെ നദികളുടെ എല്ലാം തന്നെ സൈഡ് ഇടിഞ്ഞ് കയ്യേറി നദികളെല്ലാം ചെറിയ തോടുകളായി മാറി. ഈ കായലുകളിലെ വെള്ളം നാം കോരി കുടിക്കുമായിരുന്നു. നമ്മൾ ശാസ്താംകോട്ട കായലിലെ ശുദ്ധജല തടാകമെന്നാണ് ഈ അടുത്ത കാലം വരെ അറിയപ്പെട്ടത്. വെള്ളം കോരി കുടിക്കുന്നതാണ്. നദികളിലെ വെള്ളം നമുക്ക് കോരി കുടിക്കാൻ പറ്റുന്നതായിരുന്നു. ഇപ്പം നദികളിലെ വെള്ളം, ഏതെങ്കിലും നദികളിലെ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുമോ? നമ്മുടെ എല്ലാ നദികളും മലിനവാഹിനികളായി, മലിനമായി. കായലുകളെല്ലാം മലിനമാണ്. കായലുകളിലെല്ലാം വേസ്റ്റ് തള്ളുകയാണ്. കൊണ്ടിങ്ങനെ ടൺ കണക്കിന് വേസ്റ്റാണ് തള്ളുന്നത്. ബോട്ട് മറ്റ് പലതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മലിനമാക്കുകയാണ്. ലോകത്ത് വെള്ളം വലിയൊരു ഷോർട്ടേജായി മാറുമ്പോൾ ഫിജി പോലുള്ള രാജ്യത്ത് എന്ന് പറയുന്ന അവിടുത്തെ GDP-യുടെ 35% വെള്ളം വിറ്റാണ് അവിടെ വരുമാനം ഉണ്ടാക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വരുമാനം ട്രംപ് തന്നെ രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ നടക്കുന്നത് അവിടെ ഓയിലിന് വേണ്ടിയാണ്. ഓയിലിൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി, അമേരിക്കയുടെ ആധിപത്യം ഓയിലിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അമേരിക്കയിൽ കാനഡ പോലുള്ള പ്രദേശങ്ങൾ അൺടാപ്ഡായിട്ട് വൻതോതിൽ നിക്ഷേപമുണ്ട് ഓയിലിൻ്റെ. അത് റിസർവാക്കി വെച്ചിരിക്കുക. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റിലയൻസിന് കൊടുത്തു, അല്ലേ, ഓയിൽ ഖനനത്തിന് റിലയൻസിന് കൊടുത്തു. അപ്പോൾ ഇത് വൻതോതിലുള്ള ഓയിൽ നിക്ഷേപമുള്ള രാജ്യങ്ങൾക്ക് ലോകത്ത് മേൽക്കൈയുള്ള കാലം ആണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ സ്ഥലത്ത് വെള്ളം ഉള്ള സ്ഥലങ്ങൾക്ക് പ്രാമുഖ്യം വരികയാണ്. വെള്ളം വിൽക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ. ഫിജിയിൽ നിന്ന് വെള്ളം ധാരാളമായി വിൽക്കുന്നു. കേരളത്തിൽ നമുക്ക് വിൽക്കാൻ വൻതോതിൽ കഴിയുന്ന ഒന്നാണ് നമ്മുടെ വെള്ളം എന്ന് പറയുന്നത്. വെള്ളം, ശുദ്ധമായ വെള്ളം. ഈ മലിനമാക്കപ്പെട്ട വെള്ളം ശുദ്ധമാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യമാണ്. നമ്മുടെ ഭാരതീയ സമാജം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന ഡിമാൻഡ് എന്ന് പറയുന്നത്, ഓരോ നദികളും നദീതട പ്രത്യേക അതോറിറ്റി രൂപീകരിച്ചുകൊണ്ട്, കായലിനും ഓരോ പ്രത്യേക അതോറിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, റോഡുകളും തോടുകളും പാലങ്ങളും മാത്രമല്ല, ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നമ്മുടെ അറബിക്കടലിൻ്റെ തീരവും ബംഗാൾ ഉൾക്കടലിൻ്റെ തീരവും അടക്കമുള്ള ഭൂപ്രദേശങ്ങളിൽ വളരെ മനോഹരമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഓരോ നദികളെയും പരമാവധി സംരക്ഷിച്ചുകൊണ്ട്, ഓരോ നദിയും ഓരോ കായലും ഏറ്റവും മനോഹരമായി സംരക്ഷിച്ചുകൊണ്ട് ശുദ്ധജല തടാകങ്ങളാക്കി, ശുദ്ധജല പ്രദേശങ്ങളാക്കി നിലനിർത്തുവാനും ആളുകൾക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് വരുവാനും കഴിയുവാനും ആസ്വദിക്കുവാനും കഴിയുന്ന ഒരു ഭൂപ്രദേശമാക്കി ഇതിനെ നിലനിർത്തുവാനും കഴിയുന്ന ഒരു വലിയ സാധ്യതയുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ് കേരളത്തിലെ ടൂറിസം മന്ത്രിയായിരുന്നപ്പോൾ മുഹമ്മദ് റിയാസ് ആരും അറിയാതെ ചെയ്യുന്ന ഒരു വലിയ കാര്യം, സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വൻതോതിലുള്ള വിദേശ ക്യാമ്പയിൻ നടത്തിയിരുന്നു. വിദേശത്തുള്ള ആളുകൾ പറയുന്നു, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. ഇന്ത്യയിൽ മനോഹരമായ ഒരു ഭൂപ്രദേശമുണ്ട് സൗത്തിൽ, കേരളം. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്ന കാലമായിരുന്നു പഴയത്, നേരത്തെ. കാരണം കേരളം പോലും മനോഹരമായ ഒരു ഭൂപ്രദേശം ലോകത്തില്ല എന്നുള്ളതാണ് കാലാവസ്ഥ. അത് കൂടുതൽ മനോഹരമാക്കുവാനും കൂടുതൽ സംരക്ഷിതമാക്കുവാനും കഴിയുന്ന പ്രവർത്തനം
അനിവാര്യമാണ്. ഏറ്റവും സുന്ദരമായി നിലനിർത്തുവാൻ കഴിയുന്ന പ്രവർത്തനം അനിവാര്യമാണ്. ഞാൻ എന്തിനാണ് ഇത് നിങ്ങളോട് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ കലാകാരന്മാരും സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും ചിന്തകരുമൊക്കെയാണ്. നിങ്ങളുടെ തൂലിക അഭിപ്രായങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായേ മതിയാവും. നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ച് BSSന് ചില വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. 56 വയസ്സാകുമ്പോൾ ഉദ്യോഗത്തിൽ നിന്ന് പറഞ്ഞു വിടുന്ന വിവരം കിട്ട റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം. ജപ്പാനിൽ നിന്ന് റിട്ടയർമെൻ്റ് ഇല്ല. കഴിവുള്ള ആളുകൾക്ക് ആവശ്യം പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രായം വരെ പ്രവർത്തിക്കണം. ഇൻകം ടാക്സ് വേണ്ട. ഇൻകം ടാക്സ് എന്തിനാണ്? നോക്കുകൂലി പോലെ പിടിച്ചു വാങ്ങുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എടുത്തു കളയണം. അല്ലാതെ പണമുണ്ടാക്കാൻ കഴിയുന്ന ധാരാളം മാർഗ്ഗങ്ങളുണ്ട്. ദേശീയ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. നോക്കുകൂലിയാണ്. ഒരാൾ പണിയെടുക്കുന്നതിൻ്റെ പണം മറ്റൊരാൾ പിടിച്ചു വാങ്ങണം. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഉണ്ടാക്കിയാൽ പിടിച്ചു വാങ്ങിക്കും. പണമുള്ള ആളുകളുടെ പണം യഥേഷ്ടം ചെലവഴിക്കാൻ കഴിയുന്ന സാഹചര്യം നിലനിർത്തണം. ദുബായിൽ ഇൻകം ടാക്സ് ഇല്ല. ജപ്പാനിൽ ഇൻകം ടാക്സ് ഇല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ഫിനോമിന, ഈ അവസ്ഥ എന്താണെന്ന്, ഈ പ്രതിഭാസം ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഇൻകം ടാക്സ് എടുത്തു കളയണം. അതിൽ BSS പറഞ്ഞു ജനസംഖ്യ നിയന്ത്രണം എടുത്തു കളയണം. ജനസംഖ്യ നിയന്ത്രണം എന്തിനാ? ജനസംഖ്യ നിയന്ത്രണം എടുത്തു കളയണം. അപ്പം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഭാരതീയ സമാജ് മുന്നോട്ട് വയ്ക്കുന്നു. അത് നിങ്ങൾ ബുദ്ധിജീവികളായ ചിന്തകരായ കലാകാരന്മാരും സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവരുമായ വ്യക്തിത്വങ്ങളോട് ഇത് പറയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഭാരതീയ സമാജ് മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ വികസന ആശയങ്ങൾ സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ്, സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഈ യാത്ര നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലീഡർഷിപ്പ് അനിവാര്യമാണ്. ഓപ്പറേഷൻ തുഫാൻ വാരിയർ എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ്, മയക്കുമരുന്നിനെതിരെ കേരളത്തിലൊരു വലിയ പോരാട്ടം നടക്കുകയാണ്. അതിപ്പോൾ ദേശീയ തലത്തിൽ ആ പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഭാരതീയ സമാജത്തിൻ്റെ കേരളത്തിലെ സമ്മേളനമായിരുന്നു. ഇന്നലെ ADGP നിശാന്തിനി വന്ന് BSS പ്രവർത്തകർ മുഴുവൻ തന്നെ ഓപ്പറേഷൻ തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ഭാരത് സേവക്കും ഓപ്പറേഷൻ തൂഫാൻ വാരിയേഴ്സായിട്ടാണ് പോകുന്നത്. നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ കൂടെ വാരിയറായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ പോകുമ്പോൾ വാരിയറോട് ചേർത്തുകൊണ്ടാണ് പോകേണ്ടത്. വളരെ വാരിയറാണ് ഇപ്പോൾ ഇനി തൊട്ട് തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ വാരിയർ. അപ്പോൾ വാരിയർ ആയി മടങ്ങണമെന്നതാണ് നമ്മുടെ ആഗ്രഹം. എല്ലാ ഭാരത് സേവക്കാരും ഓപ്പറേഷൻ തൂഫാൻ വാരിയർമാരായി മാറണം എന്നതാണ് BSSൻ്റെ ആഗ്രഹം. ഭാരതീയ സമാജവുമായി പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളും മയക്കുമരുന്നിന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ പിടികൂടി ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞ ആ ചെറുപ്പത്തിൽ തന്നെ മയക്കുമരുന്നിന് അടിമകളാക്കി രാജ്യത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ പ്രതിരോധിക്കുവാനും രാജ്യത്തെ രക്ഷിക്കുവാനും കഴിയുന്ന ഒരു വലിയ ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം. അത് ദേശീയ തലത്തിൽ തന്നെ അതൊരു വലിയ പോരാട്ടമായി മാറിയിട്ടുണ്ട്. മോഹൻലാൽ പറയുമ്പോൾ ഏതോ എന്താ ഡ്രഗ് ബിസിനസ് ഈസ് എ ഡർട്ടി ബിസിനസ് ഇല്ലേ, നർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ്. വൈകിട്ടെന്താ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ട് ആളുകളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ച മോഹൻലാലിനെ കൊണ്ട് തന്നെ നർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറയിപ്പിക്കാനും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും അത് പക്ഷേ പുള്ളി ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് പുള്ളി ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും അതൊരു വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ കേരളത്തെ കൊണ്ടെത്തിച്ചിരുന്നത്. അത് ഒരു വലിയ മാറ്റമുണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയെ കണ്ടിരുന്നു. അദ്ദേഹത്തെ സംസാരിക്കുന്നിടയിൽ ഒരു കാര്യം ഇങ്ങനെ സൂചിപ്പിച്ചു. നമ്മുടെ നാട്ടിലെ കുടുംബ കോടതികളിൽ കേസുകൾ വർദ്ധിക്കുന്നു. ഭിന്നത, കോൺഫ്ലിക്റ്റ് വൻതോതിൽ വർദ്ധിക്കുകയാണ്. കുടുംബ കോടതികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ കുടുംബ കോടതികൾ ഇല്ലാതാവണം, അതായത് കേസുകൾ ഇല്ലാതാവണം. പണ്ട് കൂട്ടുകുടുംബമായിരുന്നപ്പോൾ ഇത്തരം കേസുകൾ ഉണ്ടായിരുന്നില്ല. ഉറവിടത്തിൽ തന്നെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന നിലയിൽ വീട്ടിൽ അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അമ്മാവനും കൊച്ചച്ഛനും അപ്പൂപ്പനും അമ്മമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു.
നമ്മളിപ്പോൾ അണുകുടുംബമായപ്പോൾ ചെറിയ കാര്യങ്ങൾ തുടങ്ങി പെട്ടെന്ന് തന്നെ ഭിന്നതയിലേക്ക് പോവുകയാണ് വേണ്ടത്. ആ ഭിന്നത അവസാനിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ സമൂഹത്തിന് ഇടപെടാൻ കഴിയുന്ന നിലയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ പോലെ സമൂഹത്തിൽ സമഗ്രമായി ഇടപെടാൻ കഴിയുന്ന ഒരു പ്രവർത്തനം ഗവൺമെൻറ് ആവിഷ്കരിക്കണം എന്നിങ്ങനെ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഡ്രാസ്റ്റിക്കായി നടപടിയെടുക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, സംസ്ഥാനത്തെ നിയമവകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്, മുഖ്യമന്ത്രിയായിട്ട് കൂടെ സംസാരിച്ചിട്ട് ഇതൊരു നല്ല ആശയമാണ്, നല്ല ഐഡിയയാണ്, നമുക്കത് ആലോചിക്കാം എന്നിങ്ങനെ പുള്ളി വീണ്ടും 3-4 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. നമുക്ക് ആലോചിക്കാം, കാരണം അതൊരു വലിയ കാര്യം. ഒരു നല്ല പേരൊക്കെ ഇട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ മാസിക് ക്യാമ്പയിൻ പ്രോഗ്രാം. കുടുംബങ്ങൾ നമ്മുടെ അടിസ്ഥാനപരമായ യൂണിറ്റുകളാണ്, സംരക്ഷിക്കപ്പെടേണ്ടത് ഏറ്റവും വലിയ ശക്തമായ യൂണിറ്റാണ്. ആ യൂണിറ്റുകളെ കാര്യക്ഷമമായി നിലനിർത്താൻ കഴിയുന്ന ഒരു വലിയ ഇടപെടൽ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ കുടുംബ ബന്ധങ്ങളുടെ ആ ഊഷ്മളത, കുടുംബ ബന്ധങ്ങളുടെ സൗന്ദര്യം നിലനിർത്താൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടലും നമ്മുടെ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നാം ചെയ്യേണ്ടുന്ന ഒരു വലിയ ദൗത്യമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ഈ ഉപഹാരം സ്വീകരിക്കാനെത്തിയ മുഴുവൻ ആളുകളെയും ഭാരതീയ സമാജത്തിൻ്റെ ദേശീയ സമിതിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ജഗത്. അടുത്ത ഉപഹാര സമർപ്പണമാണ്. ആദ്യമായി പ്രൊഫസർ എം മുഹമ്മദ് അസ്ലം. ശ്രീ ഹാഷിം എൻ കെ, ഡോക്ടർ കവിത ബാലകൃഷ്ണൻ, ശ്രീ എം പി മുഹമ്മദ് റഷീദ് സക്കാഫി, ഡോക്ടർ ആകാശ് അവസ്ഥയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രതിനിധി, ശ്രീ പ്രേംജിത്ത് സുരേഷ് ബാബു, ശ്രീമതി ശൈലജ പി അമ്പു, ശ്രീ അക്ഷയ് കുമാർ ഒപ്പം തറമ്മൽ, ശ്രീ ആറന്മുള രാമചന്ദ്രൻ, ശ്രീ അബ്ദുൾ അസീസ് വൈദ്യർ, ശ്രീ രാജേഷ് പി, പ്രൊഫസർ അരുൺ അരവിന്ദ്, ശ്രീ പി പി മുഹമ്മദ് ഫൈസൽ, ശ്രീ സജീവ് കാവാലം, ശ്രീ രാഹുൽ കെ എം, ശ്രീ പ്രവീൺ വി നായർ, ശ്രീ നഹാസ് പത്തനംതിട്ട, ശ്രീ സുബീസ് പടനിലം, ശ്രീ രഞ്ജിത്ത് രാമചന്ദ്രൻ, ഡോക്ടർ സുമ പിള്ള, ശ്രീ ബാബു എൻ കുരിപ്പുഴ, ശ്രീമതി സിന്ധു ഭദ്ര, ശ്രീ ശാന്താലയം ശ്രീകുമാർ, ശ്രീ ഗോപാലകൃഷ്ണൻ സി എസ്, ശ്രീമതി ഗായത്രി കൃഷ്ണൻ, ശ്രീ മഹേഷ് എസ്, ശ്രീ
ശ്രീമതി മീര കൃഷ്ണ, ശ്രീമതി ജെസി ജോൺ, ശ്രീമതി ജോളി സുധീർ, ശ്രീമതി അശ്വനി ML, ശ്രീമതി ബിന്ദു PS, ശ്രീമതി KP റോസമ്മ, ശ്രീമതി ശ്രീജ പൊന്നു, ശ്രീ ശിവൻ തെള്ളിയൂർ, നാട്യശ്രീ സുനീഷ് പാലത്ത്, ഡോക്ടർ C അബ്ദുൾ സലാം, ശ്രീമതി ശാന്ത ശ്രീകുമാർ, ശ്രീമതി ഛായാറാണി S, ശ്രീമതി പ്രവീണ, ശ്രീമതി സജിനി NK, ശ്രീമതി സുഷമ P, ശ്രീ അവനീന്ദ്രനാഥൻ, ശ്രീമതി അനു ചന്ദ്രൻ, ശ്രീമതി മായ രാജ്, ശ്രീമതി ഷൈദ ജോസഫ്, ചടങ്ങിന് നന്ദി പറയുന്നതിനായി ഭാരത സമാജിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ രഞ്ജിനി പ്രശാന്തിനെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഭാരത് സേവ സമാജിൻ്റെ ദേശീയ പുരസ്കാര ചടങ്ങാണ് ഇവിടെ അവസാനിച്ചത്. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറിന് എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ അവാർഡ് സ്വീകരിച്ച എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ഇവിടെ ആശംസ അർപ്പിച്ച ജസിന്ത മോറിസ് മാഡം, ശ്രീ ആസാദ് ആശീർവാദ് സർ, ശ്രീ MS ശശി സർ, ശ്രീ ബിനു കൽപ്പകശ്ശേരി സർ, ശ്രീ ഗോപകുമാർ സർ, ഇവർക്ക് എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇവിടെ സ്വാഗതം ആശംസിച്ച ദേശീയ ജനറൽ സെക്രട്ടറി ജയ ശ്രീകുമാർ മാഡത്തിനും ദേശീയ ട്രഷറർ മഞ്ജു ശ്രീകണ്ഠൻ മാഡത്തിനും ജോയിൻറ്റ് ഡയറക്ടർ സിന്ധു മാഡത്തിനും നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങ് വീക്ഷിക്കാനെത്തിയ ഓരോ വ്യക്തിത്വങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे,
गाहे तव जय गाथा। जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।